വയനാട് ദുരിതത്തിലെ പ്രവർത്തനങ്ങളിൽ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കാണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ ചെലവാക്കിയെന്നാണ് സർക്കാർ കണക്ക്. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപ ചെലവിട്ടു. ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് നൽകിയിരുന്നു. ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ കണക്ക് പുറത്തുവന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി 11 കോടി ചിലവഴിച്ചെന്നാണ് കണക്കിൽ പറയുന്നത്. എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുകയെന്ന പേരിൽ പുറത്തുവന്ന കണക്ക് വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ മെമ്മോറാണ്ടത്തിൽ വ്യക്തമാക്കിയിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അവാസ്തവമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെ തെറ്റായി അവതരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രചരിക്കുന്ന കണക്കുകൾ നുണയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. അസത്യ പ്രചരണം നടത്തുന്നവർ അത് പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ കണക്ക് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രിമാരായ MP രാജേഷും K രാജനും രംഗത്തെത്തി. ചൂരൽമല ദുരന്തം നേരിട്ടതിന് ആവശ്യമായ ധനസഹായത്തിന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിലെ പട്ടിക യഥാർത്ഥ ചെലവായി കാണിച്ചെന്നാണ് പ്രതിപക്ഷം അപകീർത്തി പ്രചരണം നടത്തുകയാണെന്നും സർക്കാർ ഇതിവൃത്തങ്ങൾ പറയുന്നത്. ഓരോ ഇനത്തിനും വൻതുകയാണ് സർക്കാർ ചെലവാക്കിയതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഓരോ മേഖലയിലും ചെലവാക്കിയതും ചെലവാക്കാനിരിക്കുന്നതുമായ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നതെന്നത് യാഥാർത്ഥ്യമാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഇടത് സർക്കാരിന്റെ പുതിയ കൊള്ളയാണ്. യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭത്തിന് നീങ്ങും. പ്രളയകാലത്തും കോവിഡ് കാലത്തും തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇടത് സർക്കാരിന്റെ ഏറ്റവും പുതിയ കൊള്ളയാണിത്. ദുരിതമുണ്ടാവാൻ കാത്തിരിക്കുന്നത് പോലെയാണ് പിണറായി സർക്കാരിന്റെ പ്രവർത്തികൾ. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലാണ് സർക്കാർ കൈയിട്ട് വാരുന്നതെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ കുറ്റപ്പെടുത്തി.